ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വാൾ ഹാങ്, അതായത് ജാഗ്വറിൻ്റെ വാൾ ഹാങ് ക്ലോസറ്റിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽസാണ് ഇന്ന് നോക്കുന്നത്. വിത്ത് കൺസീൽഡ് ഫ്ലഷ് കൂടി വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ, അതായത് ലാൻഗി വെച്ചിട്ടാണ് ഈ പറയുന്ന ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ സൈഡിൽ കാര്യങ്ങളൊന്നും, നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊന്നും, ടൈറ്റ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ബാക്കിൽ വരുന്ന ഏറ്റവും അടിയിൽ വരുന്ന 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫിനിഷിംഗ് ലെവൽ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 16 ഇഞ്ച് ടു 18 ഇഞ്ചിനുള്ളിലാണ് വരുന്നത്. നമ്മുടെ സീറ്റ് കവർ ഉൾപ്പെടെ വരുന്നത് സ്റ്റാൻഡേർഡ് ഹൈറ്റാണ്. 16 ടു 18 ഇഞ്ചിന് ഉള്ളിൽ വരുന്ന രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത്. പിന്നെ അലൈൻകിയാണ് വരുന്നത്. സൈഡുകളിൽ കാര്യങ്ങളിലൊന്നും തന്നെ നെറ്റ് ബോൾട്ട് ടൈറ്റിനിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അലൈൻകി മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്യും. ഈ കണ്ട അലൈൻകിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 അലൈൻകി വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം അതേ 2 ഹോളിൽ തന്നെയാണ് സീറ്റ് കവറും കൂടി ചെയ്യുന്നത്. സീറ്റ് കവർ അവിടെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സ്പേസ് ഹോളുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരെ വരുന്നതിന് ശേഷം അലൈൻകി ഉപയോഗിച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്താണ് അലൈൻകി വരുന്നത്. 2 അലൈൻകിയുടെ അതിൻ്റെ മോഡ്യൂൾ വരുന്നുണ്ട്. അത് നേരെ നമ്മുടെ അകത്ത് വരുന്ന ആ ബോൾട്ടിലാണ് വരുന്നത്. പിന്നെ വരുന്നതിൻ്റെ MRP കാര്യങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. MRP നിങ്ങൾ കണ്ടു, 12,700 ഈ ജാഗ്വറിൻ്റെ ക്ലോസറ്റ്. ഈ ക്ലോസറ്റിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ MRP ആണെങ്കിലും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് വാൾ ഹാങ് ഉപയോഗിക്കുന്ന സമയത്ത് കൺസീൽഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നോർമലി നമ്മൾ ശരിക്കും ഈ പറയുന്ന വാൾ ഹാങ് ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകും. ബാത്റൂമുകൾ എപ്പോഴും നീറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ചില ക്ലോസറ്റുകൾ നിങ്ങൾക്ക് കണ്ടിരിക്കാം, ക്ലോസറ്റും തറയിൽ മുട്ടിയിരിക്കുന്ന ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും തന്നെ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വാൾ ഹാങ് ക്ലോസറ്റ്, അതായത് ഭിത്തിയിൽ ഫുള്ള് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലുള്ള ക്ലോസറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ താഴെ നമുക്ക് ക്ലോസറ്റ് മുട്ടാത്തതുകൊണ്ട് ക്ലീനിങ് കാര്യങ്ങൾ നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് കാണുന്നത്. പിന്നെ അതിനേക്കാൾ സേഫ്റ്റി കാര്യങ്ങൾ വെച്ച് നോക്കി കഴിയുമ്പോൾ എത്രത്തോളമാണെന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം, നല്ലതാണ്. അതുപോലെ തന്നെ കൺസീൽഡ് ഫ്ലഷിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത് കൺസീൽഡ് ഫ്ലഷ്. അതിൻ്റെ 2 ബട്ടനാണ് വരുന്നത്. ഒന്ന് ലോ ബട്ടണും ഹൈ ബട്ടണും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തിൻ്റെ വാൽവ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ കൺസീൽഡ് ഫ്ലഷ് വിത്ത് ക്ലോസറ്റ് ജാഗ്വറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ക്ലോസറ്റിൻ്റെ റേറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൺസീൽഡ് ഫ്ലഷ് വരുന്ന സമയത്ത് എക്സ്ട്രാ എമൗണ്ട് കാര്യങ്ങൾ, എക്സ്ട്രാ പൈസയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് നല്ല ഒരു എമൗണ്ട് നമുക്ക് എന്തായാലും ഈ കൺസീൽഡ് ഫ്ലഷ് വിത്ത് ക്ലോസറ്റിന് വരും. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ 12,700 ക്ലോസറ്റിൻ്റെ വില. ഈ പറയുന്ന കൺസീൽഡ് ഫ്ലഷിൻ്റെ അതിൻ്റെ ആ സെറ്റിന് വരുന്ന ഏകദേശം ഒരു 8,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ഒരു 20,000 രൂപയായിരിക്കും നമുക്ക് ഈ പറയുന്ന ക്ലോസറ്റും അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view.